ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കിഡിലൻ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പഞ്ഞിയപ്പമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല കിഡിലൻ ടേസ്റ്റാണ്, കാണാൻ നല്ല ലുക്കാണ്, അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ വെറും 2 കപ്പ് പച്ചരി കൊണ്ട് 5 മിനിറ്റ് മാത്രമാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഈവൻ നമുക്കൊരു സ്നാക്കായിട്ട് കൂടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പഞ്ഞിയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 2 കപ്പ് പച്ചരിയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിന് 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുക. മാറിപ്പോണ്ട, 1 ടേബിൾ സ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവയാണ്. ഇത് മൂന്നും കൂടി നന്നായിട്ടൊരു 3-4 വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുടിക്കുന്ന നല്ല വെള്ളം ഉണ്ടാവില്ല, ആ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കാം. ഒരു 3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ അരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരി ഈ ഒരു വെള്ളം ചേർത്താണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 2 ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതിലെ ഫസ്റ്റ് ബാച്ച് അരി ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് കുക്ക്ഡ് റൈസ്, അതായത് നമ്മുടെ ചോറ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിവിടെ മട്ട റൈസാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, ഏത് റൈസ് വേണമെങ്കിലും ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് നമ്മൾ കുതിർക്കാൻ വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ഇതൊരു ദോശമാവിൻ്റെ പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ബാച്ച് അരിയും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഫ്രഷ് കോക്കനട്ടാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഇതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്തിട്ട് അതും നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലൊക്കെ ഈ ഒരു ബാറ്റർ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. ഒരല്പം വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇനി ഒന്ന് ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ ഉള്ളത് കേട്ടോ. ഒരുപാട് അല്ല, ഒരുപാട് ലൂസും അല്ല. ഇനി നമുക്ക് ഇത് ഒരു 4 മണിക്കൂറോളം ഒന്ന് ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഈസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ ഒരു 4 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ പൊങ്ങി വരും. ഒരല്പം ചൂടുള്ള ഭാഗത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം എന്തേ നമ്മുടെ ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുകൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പക്ഷെ ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കരുത് കേട്ടോ. ഒന്ന് പതുക്കെ എല്ലാ ഭാഗത്തും ഉപ്പ് എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് പഞ്ഞിയപ്പം തയ്യാറാക്കി എടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഇതുപോലുള്ള ബൗൾസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് സ്റ്റീലിൻ്റെ ബൗൾസാണ്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ, ഇല്ലെങ്കിൽ നമ്മൾ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരന്ന പാത്രം ഉണ്ടാവില്ല, അതിൽ വേണമെങ്കിൽ തയ്യാറാക്കാം കേട്ടോ. ഇനി നമ്മുടെ എല്ലാ ബൗളിലും ഒരു അല്പം ഓയിലോ അല്ലെങ്കിൽ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു സ്റ്റീമർ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ഈ പാത്രങ്ങളെല്ലാം നമുക്ക് അതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഒന്ന് അടച്ചിട്ടൊന്ന് സ്റ്റീം വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം, അതായത് ഇതൊന്ന് ചൂടായതിനു ശേഷം മാത്രം ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കിത് നന്നായിട്ട് പൊങ്ങി വരികയും അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാനും പറ്റുന്നത് കേട്ടോ. അപ്പം ഞാൻ ഓരോ പാത്രത്തിലേക്കും 1 തവി വീതമാണ് ഇപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മളങ്ങ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 1/4 ഭാഗം അവിടെ ഫ്രീ ആയിട്ട് ഇട്ടേക്ക് കേട്ടോ. കാരണം ഇത് ജസ്റ്റ് ഒന്ന് കുക്ക് ആകുമ്പോഴേക്കും ഒന്ന് പൊങ്ങി വരും. അപ്പം ഞാൻ ഇതിലേക്ക് എല്ലാത്തിലേക്കും ഒരു 1/4 ഭാഗത്തോളം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെറും 5 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്താൽ മതി. നമ്മുടെ പഞ്ഞിയപ്പം തയ്യാറാവും. ഇപ്പം ഞാൻ അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്തേ നമ്മുടെ പഞ്ഞിയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. കാരണം ഇത് ചൂടോടുകൂടി ഇത് ഇളക്കി എടുക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, കാര്യം അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടൊന്ന് തവിയുമ്പോഴേക്കും നമുക്ക് ഇതിൽ നിന്ന് ജസ്റ്റ് നമ്മുടെ ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതേ കണ്ടോ, ഇതിങ്ങനെ ഇളകി വരുന്നുണ്ടാവും. അതിനുശേഷം ജസ്റ്റ് മറ്റു കൈയിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പഞ്ഞിയപ്പം ദേ തയ്യാറായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അപ്പമാണ് കേട്ടോ. കാണാൻ മാത്രമല്ല, ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ യൂഷ്വലി കഴിക്കുന്ന ഇഡ്ഡലിയുടെയും അല്ലെങ്കിൽ ദോശ അതിൻ്റെ ഒന്നും ടേസ്റ്റ് അല്ല കേട്ടോ.
നമ്മൾ കാണാൻ ആ ഒരു ഷേപ്പിലൊക്കെയാണ് ഉള്ളതെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉഴുന്ന് ചേർത്തിട്ടില്ല, പക്ഷേ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി മിക്സായിട്ട് വരുമ്പോഴുള്ളൊരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. ഏകദേശം ഒരു വട്ടയപ്പത്തിൻ്റെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ദേ ഒരു 2 ബാച്ചായിട്ട് മുഴുവൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പഞ്ഞിയപ്പം തയ്യാറായിട്ടുണ്ട്. നമ്മൾ വിരുന്നുകാരൊക്കെ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും അവരേക്ക് ഞെട്ടിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പഞ്ഞിയപ്പം ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കണം. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഈസി ഡിഷ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇതിന് ഉൾഭാഗം നോക്കുകയാണെങ്കിൽ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ദേ കണ്ടില്ലേ, 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇല്ലെങ്കിൽ ഡിന്നറായിട്ട് ഈവൻ ഒരു സ്നാക്കായിട്ട് വരെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കുന്നെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒരു അല്പം കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള മറ്റൊത്തിരി റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.